സുധാകരൻ ദില്ലിയിൽ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത നമ്മളാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. സുധാകരൻ നാളെയാണ് വാർത്താ സമ്മേളനം തീരുമാനിച്ചിരുന്നത്, അല്ലെ മടക്കം തീരുമാനിച്ചിരുന്നത്. ഇന്ന് മടക്കവും തീരുമാനിക്കുന്നു, വാർത്താ സമ്മേളനവും തീരുമാനിക്കുന്നു. എന്തു കൽപ്പിച്ചാണ് കെ സുധാകരൻ? കൽപ്പിച്ചു തന്നെയാണ് കെ സുധാകരൻ നേരത്തെ എടുത്ത തീരുമാനം ഒരിഞ്ച് പിന്നോട്ട് പോയില്ലെന്ന് മാത്രമല്ല, കെ സുധാകരൻ കണ്ണൂരിൽ സ്വതന്ത്രമായി മത്സരിക്കും. അതിനു പുറമെ 25 സ്ഥാനാർത്ഥികളെ കേരളത്തിലെമ്പാടും കെ സുധാകരൻ മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ്. അതിനുള്ള തിരക്കിട്ട നീക്കം 2 ദിവസമായി ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിൽ 11 നിയമസഭാ മണ്ഡലങ്ങൾ അത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പറവൂരിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും. അങ്ങനെ കേരളത്തിലെമ്പാടും ഏതാണ്ട് 25 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ കെ സുധാകരൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അങ്ങനെ പോർമുഖം തുറക്കുകയാണ് കെ സുധാകരൻ. ഇനി ദില്ലിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന വിലയിരുത്തലിലേക്ക് കെ സുധാകരൻ എത്തുകയാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ ഓരോ മണിക്കൂറും കാത്തിരിക്കാൻ പറഞ്ഞു. കാത്തിരിക്കൂ എന്നതിനപ്പുറത്തേക്ക് കെ സുധാകരൻ ഒരു മറുപടിയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടാകില്ല. സീറ്റുണ്ടെന്ന വാർത്തയ്ക്കപ്പുറത്തേക്ക് കെ സുധാകരൻ ഇതുവരെ KC വേണുഗോപാൽ പോലും വിളിച്ചില്ല എന്നതാണ് കെ സുധാകരന്റെ പരാതി. കെ സുധാകരൻ രാവിലെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ വിളിച്ച് അങ്ങോട്ടേക്ക് തന്റെ നിലപാട് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരനുനയ നീക്കവും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഒരു തരത്തിലും പോസിറ്റീവായ സമീപനം കെ സുധാകരന് അടുത്തേക്ക് എത്തിയിട്ടില്ല. മനസ്സിലായിട്ടുമുണ്ടെന്നാണ് നമുക്ക് വിചാരിക്കേണ്ടത് റോഷിപാൽ. കാരണം നാളത്തേക്ക് തീരുമാനിച്ചിരുന്ന മടക്കയാത്ര ഇന്നത്തേക്ക് തീരുമാനിക്കുന്നു. ഈ താൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക വരേണ്ടതില്ല എന്നുകൂടി കരുതുന്നു സുധാകരൻ. അമാതു ഇന്ന് 3 മണിക്ക് പട്ടിക പുറത്തു വരുമെന്ന കണക്കുകൂട്ടലാണ് സുധാകരൻ വൈകിട്ട് 6:25 ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് തിരിക്കാം എന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ പട്ടിക വൈകിയത് മാത്രമല്ല, ചില സൂചനകൾ അത് ദുസ്സൂചനകളായി മാറുകയായിരുന്നു. കെ സുധാകരൻ പട്ടികയിൽ പേരില്ല എന്ന സൂചനകൾ ലഭിച്ചു. പിന്നീട് കെ സുധാകരൻ അങ്ങനെയാണ് നിലപാട് കടുപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത്. നേരത്തെ ഇന്ന് രാവിലെ 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ച കെ സുധാകരനാണ് 11 മണിക്ക് ഇന്ന് വിവരങ്ങൾ ലഭിച്ചാൽ പട്ടിക പുറത്തു വന്നാൽ തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനമായിരുന്നു. പിന്നീട് പട്ടിക വൈകിയതോടെ പട്ടിക വരട്ടെ എന്ന് കാത്തിരുന്നു. ഇനി പട്ടിക എപ്പോൾ വരുമെന്ന് വ്യക്തതയില്ല. അതുകൊണ്ട് ഇനി കാത്തിരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കെ സുധാകരൻ എത്തുകയാണ്. ഇനി സുധാകരന്റെ നീക്കം എന്തായിരിക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ സുധാകരൻ എന്തായിരിക്കും പറയുക, ആരാണ് തന്നെ ചതിച്ചത്, ആരാണ് തനിക്ക് സീറ്റ് നിഷേധിച്ചത് എന്ന കാര്യങ്ങളൊക്കെ കെ സുധാകരൻ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തോട് തുറന്നു പറയും. വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ നേതാക്കൾക്ക് പോലും ഒരുപക്ഷെ അവർ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഈ പട്ടിക വരുന്നു, ഇനി മറ്റൊരു വഴിയില്ല സുധാകരന് മുന്നിൽ എന്ന തീരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷെ സുധാകരൻ അതും കടത്തിവെട്ടിക്കൊണ്ടുള്ള തീരുമാനമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. മാത്രമല്ല നോക്കൂ, നമ്മുടെ വാർത്ത അനുസരിച്ചാണെങ്കിൽ സംസ്ഥാന വ്യാപകമായ സ്വതന്ത്രന്മാരുടെ ഒരു പട്ടിക തന്നെ പുറത്തു വരും. മാധു, അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്ത് 25 സീറ്റിൽ കെ സുധാകരനും അനുയായികൾ മത്സരിക്കും. അത് കെ സുധാകരൻ ബ്രിഗേഡല്ല, കെ സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ച നിലവിലെ അസംതൃപ്തരായ പല നേതാക്കളുണ്ട്. അത് പല വിഭാഗങ്ങളിലുള്ള നേതാക്കളാണ്. അത് കെ സുധാകരൻ ബ്രിഗേഡായി നിന്ന പ്രവർത്തകരോ നേതാക്കളോ അല്ല. ഇന്ന് സീറ്റ് നിഷേധിക്കപ്പെട്ടവർ, പലവട്ടമായി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവർ, ഗ്രൂപ്പിന്റെ പേരിൽ വെട്ടിമാറ്റപ്പെട്ടവർ, അവരെല്ലാവരും കെ സുധാകരൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ വിളിച്ച പല ആളുകൾ അവരൊക്കെ ഒത്തുചേർന്നുകൊണ്ട് സുധാകരനൊപ്പം അണിനിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പടപൊരുതാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് പോകുന്നത്. അത് വലിയ വെല്ലുവിളിയായി മാറും. അത് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല തിരിച്ചടി ഉണ്ടാക്കുക എന്ന ഒരാശങ്ക പല നേതാക്കൾക്കുമുണ്ട്. ആ ആശങ്ക കാരണമാണ് ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല കെ സുധാകരനുമായി ആശയവിനിമയം നടത്തുന്നത്. ആ ഒറ്റ കാരണത്താലാണ് AK ആന്റണി പൊതുജീവിതം അവസാനിപ്പിച്ച് വീട്ടിൽ വിശ്രമം നടത്തുന്ന AK ആന്റണിക്ക് പോലും അതിന്റെ ഗൗരവം മനസ്സിലായി. അങ്ങനെയാണ് AK ആന്റണി കെ സുധാകരനെ വിളിച്ച് സംസാരിച്ചത്. അങ്ങനെ ഈ സംസാരത്തിനപ്പുറത്തേക്ക് ദില്ലിയിൽ നിന്നും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ തീരുമാനങ്ങളും വരുന്നില്ല എന്ന് കെ സുധാകരൻ ഒടുവിൽ വൈകിട്ടോടെ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് കെ സുധാകരൻ ഇനി ദില്ലിയിലെ ഈ കാത്തിരിപ്പിന് യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കി നേരെ കേരളത്തിലേക്ക് വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുക എന്ന തീരുമാനത്തിലേക്ക് പോകുന്നത്. വലിയ തിരിച്ചടിയാണ്, വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകുന്നത്.